വസുട്ട് ഇത് എന്താ നോക്കിയേ 1 2 3 ഇത് പപ്പക്ക് ഇത് അമ്മക്ക് ഇത് വസുട്ടന് ഇപ്പില്ല ഫ്രൈ ചെയ്തിട്ട് തരാ ഇപ്പില്ല മുത്തേ ഇപ്പില്ല കേട്ടാ തിന്നാട്ടാ ഓക്കെ ഓക്കെ പറ കൈ ചിച്ചിയാണ് മുത്തേ പറഞ്ഞ 1 2 3 1 2 ഒച്ചത്തി പറയാ 1 2 വേണ്ട കഴിക്കോ സൺഡേ ആയിട്ട് നല്ല വറുത്തരച്ച ചിക്കൻ കറിയും നെയ്ച്ചോറും പിന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചത് മസ്റ്റാണ്. അതും കൂടി ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പം ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലെമണും മസാലയൊക്കെ പരട്ടി വെക്കാമെന്ന് വിചാരിച്ച് അതാണ് കേട്ടോ ഫസ്റ്റ് ചെയ്തത്. എപ്പോഴും 2 ലെഗ് പീസാണ് ഉണ്ടാവാറ്. ഇന്നെന്താണെന്നറിയില്ല, ആൾ 3 ലെഗ് പീസ് വാങ്ങിച്ചിട്ടുണ്ട്. എപ്പോഴും ഒന്ന് വസൂട്ടനും ഒന്ന് ഞാനും എടുക്കുന്നുണ്ട് ആൾക്കെപ്പം കിട്ടാറില്ല. അതുകൊണ്ട് 3 എണ്ണം വാങ്ങിച്ചിട്ടാണ് വന്നിട്ടില്ലേ. അപ്പോൾ 3 എടുത്ത് ഫ്രൈ ചെയ്യാൻ, കുറച്ച് വേറെ പീസും എടുത്ത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ചട്ടിയിൽ കറി വെക്കാൻ വേണ്ടിയുള്ള ചിക്കനാണ് കേട്ടോ. അതിലോട്ട് ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും വെറുതെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. സൂട്ടൻ താഴ്ന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കേൾക്കുന്നുണ്ടാവില്ലേ നിങ്ങൾ? എന്തോ ആവശ്യമുണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിയില്ല, അവിടെ പോയാലേ അറിയുള്ളൂ. പക്ഷെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ മസാലയൊക്കെ പുരട്ടി വെച്ച് കൈ കഴുകിയിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോഴേക്കിതാ ഇതിനാണ് കേട്ടോ. അപ്പോൾ സംഭവം തുടങ്ങി. ഇനി ഹാള് കാണാൻ കഴിയില്ല, പൂരപ്പറമ്പായിരിക്കും. അപ്പോൾ ഇത് ഫുള്ളെടുത്ത് തട്ടാനുള്ള പ്ലാനാണ്. പിന്നെ ഇതേ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടുവരിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഞാൻ പണ്ട് ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതാണ് ഈ കാണുന്നത്. അതിപ്പോൾ ഇതേ ഈ അവൻ്റെ ടോയ്സ് ഇടുന്ന ഈ ബോക്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇവിടുത്തെ ചുമരിൽ ഞാൻ ഒട്ടിച്ചു നോക്കി, അവർ 5-6 പ്രാവശ്യം പല രീതിക്ക് ഒട്ടിച്ചു നോക്കി. പഴയ വീടായതുകൊണ്ടാണോ എന്നറിയില്ല, ക്വാർട്ടേഴ്സിൽ 5-6 എത്രയോ പെയിൻ്റ് അടിച്ചതാണാവോ. ഈ പെയിൻ്റാണ് അതിൻ്റെ കൂടെ ഇളകി അങ്ങ് വരാണ്. അതുകൊണ്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പൊന്നും ഇതിന് ഒട്ടി നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇങ്ങ് വിട്ടു. ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ആർട്ട് വർക്കാണ് ഇത് കണ്ട. ഇതുപോലെയാണ് പെയിൻ്റൊക്കെ ഇങ്ങനെ ഒട്ടിച്ചാലിങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഇളകി അങ്ങ് വരികയാണ്. അതുകൊണ്ട് എനിക്ക് അറിയില്ല. അപ്പോൾ വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ ഇന്ന് വെക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് തേങ്ങ, പെരിഞ്ജീരകം, നോർമൽ ജീരകം, പിന്നെ കുരുമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ടാണ് വെക്കണം. പിന്നെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലമ്മ ചിക്കൻ കറി വെക്കുമ്പം അതിലൊക്കെ ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ രീതിക്ക് തന്നെ ഇന്ന് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഈ വറുത്തരച്ച കോഴിക്കറി എപ്പോഴൊന്നും വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എപ്പം കൂട്ടിയ ഒരു മടുപ്പാണ്. പക്ഷെ എപ്പോഴെങ്കിലൊക്കെ കൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മ എപ്പോൾ ചിക്കൻ കിട്ടിയാലും വീട്ടിൽ വറുത്തരച്ച് വെക്കാമെന്നാണ് പറയാം. പക്ഷെ നമുക്ക് എപ്പം കൂട്ടുന്ന മടുപ്പായതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നേ. രുചിക്ക് വലിയ ലൈക്കല്ല കേട്ടോ ഈ വറുത്തരച്ച കോഴിക്കറി. രുചിക്ക് സാധാ മസാല ഇട്ട് വെക്കുന്ന കോഴിക്കറിയാണ് ഇഷ്ടം. അപ്പം ഞാൻ അതിൻ്റെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വരും, അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഞാനത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് വസുട്ട് തന്നെ പിന്നെയും വിളിച്ചു. അവൻ്റെ കൂടെ അതിന് കളിക്കണത്രേ. കളിക്കാൻ ഞാൻ കൂടാറുണ്ട്. പക്ഷേ എങ്കിൽ എന്താണെന്നറിയില്ല, പണ്ടൊക്കെ അതായത് വീട്ടിൽ ഏച്ചിയുടെ കുഞ്ഞീൻ്റെ കൂടെയൊക്കെ കളിക്കാൻ എത്ര സമയം വേണേലും ഞാൻ നിൽക്കുമായിരുന്നു. പക്ഷേ സ്വന്തമായിട്ടൊരു പുത്രനെ ഉണ്ടാകുമ്പോഴേക്കേ കളിക്കാൻ ഒരു 10 മിനിറ്റ് കളിക്കുമ്പോഴേക്ക് അയ്യോ വേണ്ട, കളിച്ച് മതിയേ, ഇനി ഓനറ്റ് കളിച്ചോട്ടെ എന്നില്ല ഇത് വരും. എന്നിട്ട് എനിക്ക് എന്നെ തോന്നും അയ്യോ ഞാൻ നല്ല അമ്മയല്ലേ എന്നൊക്കെ ഒരു മെൻറ്റാലിറ്റി വരാറുണ്ട്. പക്ഷെ എങ്കിലും അറിയില്ല, കളിക്കാനില്ല ആ ഒരു മൈൻഡൊക്കെ പോയി. ഇപ്പോൾ കള്ള വൈബ് വന്നാൽ പിന്നെ ഇങ്ങനെയൊക്കെ ആണോ എന്നൊന്നും അറിയില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം കളിച്ച്, കുറച്ചധികം നേരം കളിച്ചു. പിന്നെ സമയം ആവാറായി, 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ നൈസായിട്ട് ഒഴിഞ്ഞു. പിന്നെ എനിക്ക് തേങ്ങയൊക്കെ ചൂടാറിയപ്പോൾ അരച്ച് വെച്ചു. പിന്നെ അതിൻ്റെ സാധനമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെയും വസൂട്ടം വന്നു കളിക്കാൻ കൂടാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ഇതൊക്കെ പറഞ്ഞ് വിട്ടു. ഇതിൻ്റെ വീഡിയോക്ക് വോയിസ് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ അതിന് വിടുന്നില്ല. ഉരുളക്കിഴങ്ങ്, തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ടൊന്നുമല്ല കേട്ടോ, അതിൽ ഡയറക്റ്റായിട്ട് തന്നെ ഇടുന്നത്. പിന്നെ ഈ മസാലയും തട്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചാൽ മതി. പിന്നെ ആവശ്യത്തിന് എരിവെല്ലാം നോക്കിയിട്ട് കുരുമുളക് അവസാനം വേണമെങ്കിൽ ഇടാം. അപ്പം ഞാനതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കി,
കുഴപ്പമൊന്നുമില്ല, അമ്മ വെക്കുന്നത് ടേസ്റ്റ് തന്നെയുണ്ട്. ലേശം എരിവ് കുരുമുളകിൻ്റെ കുറവുണ്ടായിനി, അപ്പോൾ അത് ഞാൻ കുറച്ചിട്ടു കേട്ടോ. എന്നിട്ട് പിന്നെയും ഇളക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം സംഭവം ഓക്കെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിൽ തന്നെ കറി വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി വെച്ചിട്ട് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചിക്കൻ കറി ഞാൻ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറ് വെക്കുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അതിൽ ചതച്ചിട്ടാൽ നെയ്ച്ചോറിന് വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ഏതിലോ കണ്ടതാണ്. അതിൽ പിന്നെ ഞാൻ നെയ്ച്ചോറ് മാത്രം വെക്കുമ്പോൾ ഇത് ചതച്ചിടാറുണ്ടേ. അപ്പം നമുക്ക് ഇതിന് വേണ്ട ഉള്ളി വറുത്തെടുക്കാം നെയ്ച്ചോറിനുണ്ടേ. ചിക്കൻ കറി നല്ല കുറുകി വന്നു. കുറച്ച് കഴിയുമ്പോൾ ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. വീട്ടിൽ അമ്മ ചിക്കൻ കറി വെക്കുമ്പോൾ എല്ലാത്തിലും ഉരുളക്കിഴങ്ങ് ഇടലുണ്ട്. രജിക്ക് പക്ഷെ ഇഷ്ടമല്ല കേട്ടോ. എന്നോട് പറയാം ആരെങ്കിലും ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് ഇടുമെന്ന്. പക്ഷേ ആ ചിക്കൻ്റെ കൂടെ ആ ഉരുളക്കിഴങ്ങ് എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കല്ല, നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അത് ഈ വറുത്തരച്ച കറി ഭയങ്കര ഇഷ്ടമാണ്. ഈ ബീഫിൽ ഉരുളക്കിഴങ്ങ അല്ല പോത്തും കൂർക്കാം ആ ഒരു കോമ്പോ വെക്കുന്നില്ലേ അല്ലേ? അതുപോലെ തന്നെ ചിക്കനും ഉരുളക്കിഴങ്ങും വെക്കുന്നത്. വറുത്തെടുക്കാം. ഉപ്പ് ഞാൻ ഇട്ടിന് കേട്ടോ ഇപ്രാവശ്യം, മറന്നിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് വറുത്തുള്ളിയും കൂടി ഇടാം കേട്ടോ. ഇനി എന്താ ക്യാരറ്റ് അവസാനം നെയ്ച്ചോറിൽ സാലഡിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തൈര് മിക്സ് ചെയ്യണം, ചിക്കൻ വറക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ തൈരിന് 23 രൂപയാണ് കേട്ടോ. വലിയ പുളിയൊന്നുമില്ല, നല്ല തൈരാണ്. എന്നാലും ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ് കേട്ടോ ഇവിടുത്തെ തൈരിന്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു പാക്കറ്റ് തൈര് ഇത്ര പൈസയില്ലേ? 29 30 അത്രയല്ലേ ഇല്ലൂ. ഇങ്ങനെ ചോറും കച്ചമ്പറും പിന്നെ നെയ്ച്ചോറിൽ ഇടാൻ വേണ്ടിയിട്ട് അവസാനം ഇടാൻ വേണ്ടിയിട്ട് ക്യാരറ്റും മല്ലിയിലൊക്കെ അരിഞ്ഞും പിന്നെ ഉള്ളിയൊക്കെ വറുത്തൊക്കെ വെച്ചിട്ടുണ്ട്. കുക്കറിൽ ചോറും സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ വസൂട്ടന് TV വെച്ച് കൊടുത്തിട്ട് തിന്നാനും കൊടുത്തിട്ടാണ് ഉള്ളത്. കുക്കറിൻ്റെ വിസിൽ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കതാ വസൂട്ടൻ ബാത്റൂമിലോട്ട് പോയിട്ടുണ്ട്. ചോറ് നമുക്ക് ചോറിന് വിസിൽ വന്നാടനെ ഞാനത് ഓഫ് ചെയ്തിട്ട് പോയി കേട്ടാ. കാരണം ആള് ടോയ്ലറ്റിൽ ഡയറക്റ്റ് പോയി ഇരിക്കൂല, ബാത്റൂമിൽ പോവും അപ്പിടാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിൽ എന്താ പണി ഒപ്പിക്കാന്ന് പറയാൻ കഴിയില്ല. നമ്മൾ അടുത്തുണ്ടെങ്കിൽ ആളെ കൂളാണ്, അപ്പിടാൻ മുട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് കൂട്ടിയിട്ട് പോവും, വൃത്തി കഴുകുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ അടുത്തില്ല എന്നെങ്കിൽ എന്തെങ്കിലും പണി ഒപ്പിക്കും. അപ്പം ഞാൻ പോകുമ്പോഴേക്ക് ആ ഇല്ല ടോയ്സ് മൊത്തം എടുത്തിട്ട് വെള്ളത്തിലും ഇതിലൊക്കെ ഇടാൻ പോയിട്ടുണ്ടായിന്. അതുകൊണ്ട് എനിക്ക് നല്ല ഇട്ടിൻ്റെ പണി ഇട്ടിട്ടുണ്ടായിന്. ചേറിലൊക്കെ കുറച്ച് അപ്പിയൊക്കെ ഇട്ട് പറ്റിച്ച് വെച്ചിട്ടുണ്ടായിന്. അതിൻ്റെ കുറച്ച് പണിയുണ്ടായിന്. അപ്പോഴേക്ക് ഞാൻ തിരിച്ച് അവനെ കഴുകി കുളിപ്പിച്ച് തിരിച്ച് വരുമ്പോഴേക്ക് ചോറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ടായിന്. അതിലോട്ട് വറുത്ത വെണ്ടപ്പരിപ്പും ഉള്ളിയും ഇതൊക്കെ മല്ലിയിലയും ക്യാരറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ മാത്രമേ ഫ്രൈ ചെയ്യുള്ളൂ. ചിക്കൻ ഞാൻ ആദ്യം ഫ്രൈ ചെയ്യാൻ അപ്പുറത്ത് ചട്ടി വെച്ചിട്ടേ പോയേ. പക്ഷേ വസൂട്ട് ബാത്റൂമിൽ പോയതിൻ്റെ തിരക്കിൽ ഞാനത് ഓഫ് ചെയ്തിട്ട് പോയി. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടാ. ഇതാണ് വറുത്തരച്ച ചിക്കൻ കറിയും
കച്ചമ്പറും പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ട്, കുറച്ച് ഉള്ളിയുണ്ട്, പിന്നെ നെയ്ച്ചോറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് സൺഡേ ലഞ്ചിന് ഉണ്ടായത്. ഈ വറുത്തരച്ച ചിക്കൻ കറി എപ്പോഴെങ്കിലൊക്കെ കഴിക്കാൻ, ഈ കല്യാണ സമയത്തൊക്കെ പണ്ടൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് ചിക്കൻ കറിയാട്ടോ. അപ്പം അതും കൂട്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഉച്ചത്തൊക്കെ സൺഡേയിലെ ലഞ്ച് ഉണ്ടായത്. എൻ്റെ വീഡിയോ കുറച്ച് പേര് കാണാറുണ്ടെങ്കിലും ആരും അങ്ങനെ കമൻറ്റിലൂടെ ഒന്നും റെസ്പോണ്ട് ചെയ്യില്ല. കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.